അതിനേക്കാ ഭേദം താനാ കത്തിയോടെ ഞാൻ കുത്തിക്കൊല്ലുന്നത്. ഒന്ന് അടങ്ങും സാറേ. കുത്തിക്കൊല്ലണോ വെട്ടിക്കൊല്ലണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനിക്കാം. എടോ, എന്തിനാ താൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കാര്യങ്ങൾ സംസാരിച്ചാ പോരെ? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. തനിക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കണോ, വെറുതെ ഇങ്ങനെ പട്ടിഷോ കാണിക്കാതെ. ഈ ഭ്രാന്തം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ താനും കൂട്ടി നിൽക്കുകയാണ്. തന്റെയും കൂടെ ഇടപെടാണോ ഇയാളിനെ തട്ടിക്കൊണ്ട് വന്നത്? ഈ തെമ്മാർത്ഥത്തിന് കൂട്ടി നിൽക്കാനാണോ താൻ നിയമം പഠിച്ചത്? സോറി സാർ, സച്ചിയോട് സംസാരിക്കണമെന്ന് ഞാൻ സാറിനോട് പലതവണ പറഞ്ഞതല്ലേ. സാർ ഒരു തവണ പോലും ചെവി കൊണ്ടില്ലല്ലോ. സച്ചി പ്ലീസ്, സാറിനെ അഴിച്ചുവിട്, നമുക്ക് സംസാരിച്ച് തീർക്കാം. വക്കീലെ, ഇയാളോട് ഒരു ദാക്ഷിണ്യോ ഇനി ഞാൻ കാണിക്കില്ല. 10 കൊല്ലം എന്റെ ജീവിതം തൊലച്ച് എന്നെ ഈ നിലയിലാക്കിയത് ഇയാളാ. സത്യങ്ങളെല്ലാം വക്കീലിന് അറിയാലോ. ആ സത്യം ഇന്ന് ഇവിടെ വെച്ച് ഇയാൾ കൂടി അറിയണം. എടോ, തനിക്ക് മുഴുത്ത ഭ്രാന്താണ്. സർ, ഇതിനെ തെമ്മാടത്തിലൊന്നോ ഭ്രാന്തൊന്നോ വിളിക്കരുത്. 10 വർഷം സാർ ഒരു മനുഷ്യനെ വഞ്ചിച്ചു. അതിനുള്ള തിരിച്ചടിയായത്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്ത് ഭവിഷ്യത്താണ് സാറേ? താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എടോ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലയാളിക്ക് പോലും അവസാനം പറയാനുള്ളത് ഏത് കോടതിയും കേൾക്കും. ആ അവസരം പോലും താൻ എനിക്ക് തന്നില്ലല്ലോ. പക്ഷെ സത്യം എന്താണെന്ന് തന്റെ മുന്നിൽ തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നിങ്ങളൊരു വഞ്ചകനാണ് വക്കീലെ. എടോ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. കെട്ടിച്ചൂടം ആർത്തി, ഇല്ലെങ്കിൽ ഈ കളി തീക്കളിയാവും. എന്ത് കളിക്കും തയ്യാറായിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. 10 വർഷമായിട്ട് എന്റെ ജീവിതം നരകത്തിലാ. അതിലും വലിയ നരകം ഇനി വേറെ ഏതാ? ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഈ കെട്ടഴിച്ചോളാം. അതുവരെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു നിമിഷം പോലും അർച്ചന എന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടില്ല. സച്ചിക്ക് അർച്ചന എവിടെ വെച്ച് നഷ്ടപ്പെട്ടു, അതേ പരിശുദ്ധിയോടെയാ അർച്ചന ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി സച്ചി ചോദിച്ചാനുള്ള ഉത്തരം. എന്റെ ഭാര്യയുടെ പേര് യഥാർത്ഥത്തില് സമൃദ്ധി എന്നല്ല. കല്യാണത്തിന് ശേഷമാണ് അവളെ ഞാൻ അങ്ങനെ വിളിച്ചത്. അതിനു മുൻപ് അവളൊരു ഓർഫനേജിലാണ് വളർന്നത്. അന്ന് അവളുടെ പേര് ഇസബെല്ല എന്നായിരുന്നു. അവള് മരിച്ചു. ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയായിരുന്നു ഇസബെല്ല. അവളെ ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. അവളുടെ ഹാർട്ട് സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന്
ഭഗവാനെ ഒന്ന് തൊഴാൻ ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോയി. അത് ഞങ്ങളുടെ അവസാന യാത്രയായിരുന്നു. അതേ യാത്രയിൽ തന്നെയാ സച്ചിയുടെ അർച്ചന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്.